മൈസൂരിലെ രണ്ടാമത്തെ ദിവസം നമ്മൾ ആദ്യം പോയത് അക്വാ വേൾഡിലേക്കാണ്. നമുക്ക് ഫാമിലിയൊക്കെ ആയിട്ട് വിസിറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്ലേസ് ആണിത്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകുന്ന രീതിയിലുള്ള ഒരുപാട് മത്സ്യങ്ങളെ നമുക്കിവിടെ കാണാൻ സാധിക്കും. നമ്മൾ ഇംഗ്ലീഷ് സിനിമകളിലൊക്കെ മാത്രം കണ്ടിട്ടുള്ള പല രീതിയിലുള്ള മീനുകളെ നമുക്കിവിടെ കാണാൻ സാധിക്കും. പിന്നെ ഇവിടെ കോഴിക്കാർപ്പിന് വേണ്ടി മാത്രമായിട്ട് വലിയൊരു ഏരിയ ഉണ്ട്, നമുക്ക് അവരെ ഫീഡ് ചെയ്യാനും പറ്റും. പിന്നെ ഇതാ ഈ ടണല്, ഇത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് ആ കിടക്കുന്ന യമണ്ടൻ അരാപ്പയങ്ങയാണ്. അക്വേറിയത്തിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം അടുത്തതായി നമ്മൾ പോകുന്നത് പയന കാർ മ്യൂസിയത്തിലേക്കാണ്. പയന എന്നാൽ കർണാടകയിൽ യാത്ര എന്നാണ് അർത്ഥം. കാറുകളുടെ പഴയ കാലത്തേക്ക് നമ്മളെ ഒരു യാത്രയിലൂടെ കൊണ്ടുപോകുന്നു എന്ന അർത്ഥത്തിലാണ് ഈ പേര് നൽകിയതെന്നാണ് ഗൂഗിൾ പറയുന്നത്. ഇവിടെ നമുക്ക് ഒരുപാട് വിൻറ്റേജ് ടൈപ്പ് ഓഫ് കാറുകൾ, അതായത് രാജാക്കന്മാർ ഉപയോഗിച്ച കാറുകൾ മുതൽ പുതിയ മോഡേൺ കാറുകൾ വരെ കാണാൻ സാധിക്കും. എല്ലാ കാറുകളുടെയും തന്നെ അടുത്തായിട്ട് ഒരു ചെറിയ ബോർഡിൽ അതിനെക്കുറിച്ചൊരു ചെറിയ ഡിസ്ക്രിപ്ഷൻ എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇയർ, അതിനെ ഉപയോഗിച്ചിരുന്ന കാര്യങ്ങളെല്ലാം ഒരു ഷോർട്ട് ഡിസ്ക്രിപ്ഷനായിട്ട് അതിൻ്റെ സൈഡിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഒപ്പം തന്നെ ചെറിയൊരു ആർട്ട് മ്യൂസിയവും കാണാം. അവിടെ കുറച്ച് പഴയകാല പ്രൊജക്ടേഴ്സ്, പിന്നെ പണ്ടത്തെ ടെലിഫോൺ, അങ്ങനെ പണ്ട് ഉപയോഗിച്ചിരുന്ന കുറേ കോയിൻസ്, അങ്ങനെ കുറേ സംഭവങ്ങൾ കാണാൻ സാധിക്കും. വിശപ്പിൻ്റെ വെളിയുമായി നേരെ പയനയിൽ നിന്ന് ഇറങ്ങിയിട്ട് അടുത്തുള്ള റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡ് അടിച്ചു. അടുത്തതായി നമ്മൾ പോയിട്ടുള്ളത് ശ്രീരംഗപട്ടണത്തേക്കാണ്. മൈസൂരിൻ്റെ തൊട്ടടുത്ത് തന്നെ സ്ഥിതി ചെയ്യുന്ന ഈ പട്ടണം ചരിത്രപരമായും സാംസ്കാരികപരമായും പ്രശസ്തി നേടിയൊരു പട്ടണമാണ്. ഇവിടെ നമുക്ക് ടിപ്പു സുൽത്താൻ മരിച്ച സ്ഥലം, ടിപ്പു സുൽത്താൻ്റെ കോട്ട, പിന്നെ മസ്ജിദ്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ കാണാനുണ്ട്. ഇവിടെ നിന്ന് നേരെ പോയത് വേൾഡ് ഓഫ് മൈസൂർ പാർക്ക്. മൈസൂർ വരുന്ന ആരും ഇവിടെ കയറാതെ പോകില്ലെന്നാണ് പറയാറ്. ഇവിടെ നമുക്ക് മൈസൂർ പാക്ക് ഉണ്ടാക്കുന്നത് കാണാം. അതിനൊപ്പം തന്നെ പലതരത്തിലുള്ള പല ഫ്ലേവേഴ്സിലുള്ള മൈസൂർ പാക്കുകളും പലതരത്തിലുള്ള സ്വീറ്റ്സും നമുക്ക് ഇവിടെ വാങ്ങാൻ പറ്റും. അങ്ങനെ അടുത്ത ദിവസം വെളുപ്പിന് ഒരു 6:30 മൈസൂരിനോട് വിട പറഞ്ഞ് ഞങ്ങൾ തിരിച്ച് നാട്ടിലേക്കുള്ള യാത്ര തുടങ്ങി. തിരിച്ചുള്ള യാത്ര അത് ബന്ദിപ്പൂർ കാട് വഴിയായിരുന്നു. ഒരുപാട് മനോഹരമായ കാഴ്ചകൾ കാണാൻ സാധിച്ചൊരു യാത്രയായിരുന്നു. ഓരോ യാത്രയും ഓരോ എക്സ്പീരിയൻസ് ആണല്ലോ. അങ്ങനെ ഈ യാത്രയും നമുക്ക് ഒരുപാട് എക്സ്പീരിയൻസും ഒരുപാട് കാഴ്ചകളും ഒരുപാട് ഓർമ്മകളും നൽകും.